എറണാകുളത്ത് നിന്നും ഏകദേശം 16 കിലോമീറ്റർ കോട്ടയം റൂട്ടിൽ പോയാൽ ഉദിയംപേരൂരിലാണ് ഈ പ്രസിദ്ധമായ സിനഡ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരു കോമ്പൗണ്ടിൽ ഇപ്പോൾ പഴയ സിനഡ് നടന്ന പള്ളിയും പുതിയതായി പണിത പള്ളിയും കാണാം. 1599 ജൂൺ 20 ഗോവയിലെ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായിരുന്ന മെനസസ് ഉദിയംപേരൂരിൽ വിളിച്ചുകൂട്ടിയ സിനഡും ഈ പഴയ പള്ളിയിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസ് മിഷണറിമാർ ധാരാളം വിജാതീയരെ ക്രിസ്തുമതത്തിലേക്കും കൊണ്ടുവന്നുവെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികളും അവരുടെ നിയന്ത്രണത്തിൽ ആകണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനായി ഗോവയിലെ ആർച്ച് ബിഷപ്പ് മെനസസ് കൊച്ചി മഹാരാജാവിൻ്റെ സഹായം തേടുകയും സുനഹദോസിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചവരെ പോർച്ചുഗീസുകാരുടെ കൽപ്പന പ്രകാരം കൊച്ചി രാജാവും പ്രാദേശിക പ്രമാണിമാരും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സുനഹദോസിൽ നിന്നും വിട്ടുനിൽക്കുന്ന എല്ലാ പള്ളികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് കൊച്ചി മഹാരാജാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുനഹദോസിൽ പങ്കെടുത്ത 153 വൈദികരും 660 വിശ്വാസികളും പോർച്ചുഗീസ് സൈന്യവും കൊച്ചി രാജാവിൻ്റെ പടയും വളഞ്ഞതിനാൽ ഗോവയിലെ ആർച്ച് ബിഷപ്പ് മെനസസ് വായിച്ച കൽപ്പനകൾ അംഗീകരിക്കുവാൻ നിർബന്ധിതരാവുകയും മാർത്തോമാ നസ്രാണികൾ ഗോവയിലെ റോമൻ കത്തോലിക്ക സഭയിൽ അധികാരത്തിൻ്റെ കീഴിലാവുകയും ചെയ്തു. AD 52 വിശുദ്ധ തോമസ് ലീഗ മുസിറിസിൽ എത്തിയതോടെയാണ് കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. വിശുദ്ധ തോമസ് ലീഗ കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം ക്രിസ്ത്യാനികളായവരെ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ, സിറിയൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നസ്രാണികൾ എന്നൊക്കെ വിളിച്ചിരുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളെ റോമിൻ്റെയും പോപ്പിൻ്റെയും ഭരണത്തിന് കീഴിലാക്കുവാനാണ് ഗോവൻ ആർച്ച് ബിഷപ്പ് 1599 സിനഡ് സംഘടിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. AD 510 സ്ഥാപിച്ച സിനഡ് ചർച്ച് കേരളത്തിലെ പുരാതന പള്ളികളിലൊന്നാണ്. ഡയംഫറിലെ സുനഹദോസ് നടന്ന ഈ പള്ളി ഇപ്പോൾ സിനഡ് മ്യൂസിയമായി സംരക്ഷിച്ചു പോരുന്നു. തേക്കുമരത്തിലുള്ള കൊത്തുപണികളും പുരാതന ലിപിയിൽ എഴുത്തുകളുള്ള കൽഫലകങ്ങളും പള്ളിക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കൽക്കുരിശുമെല്ലാം പള്ളിയുടെ പൗരാണികത്വം വെളിപ്പെടുത്തുന്നവയാണ്. സിനഡ് പള്ളിക്കടുത്തായി തന്നെ പുതിയ പള്ളിയും കാണാം. ഓൾ സെയിൻസ് പള്ളി എന്നാണ് പുതിയ പള്ളിയുടെ പേർ. ഇവിടെയാണ് ഇപ്പോൾ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും നടത്തുന്നത്.